നമസ്തേ, എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേമ്പ് വിത്ത് സാമ്പാറാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നന്ദി, നമസ്കാരം. നിങ്ങളെ കാണിക്കാം. ഞാൻ കണ്ടിച്ചേമ്പിൻ്റെ ഈ വിത്ത് ഞാൻ ഒന്ന് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടിച്ചേമ്പിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് കൊഴുപ്പുണ്ട്, ഈ കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാവും. അപ്പോൾ ഇതിഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കുകയാണ് കേട്ടോ. കണ്ടിച്ചേമ്പ് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണിത്. എന്നിട്ട് ഇത് ഞാനൊന്ന് ഫ്രൈ ആക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൽ എടുത്തേക്കണ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടിച്ചേമ്പ്. പിന്നെ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് വഴറ്റുക. ഈ ചെറിയ ഉള്ളി ഇടുന്നത് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാനാണ്. മിക്കവാറും ഞാൻ എപ്പോഴും ചെറിയ ഉള്ളി സാമ്പാറിൽ ഇടാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ഇടുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റുക. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്നത് വേറെ ഒന്നുമില്ല, ഒരു 3 മുരിങ്ങാക്കോലും ഒരു 2 തക്കാളിയും കൂടിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഞാൻ സാമ്പാറിൻ്റെ ഈ ഒരു വെജിറ്റബിൾസ് എടുത്തേക്കണത്. അപ്പോൾ കണ്ടിച്ചേമ്പിൻ്റെ വിത്താണ് ഇത്. ചേമ്പ് വിത്ത് എന്ന് പറയൂ കേട്ടോ ഇതിന്. ഞാൻ തൃശ്ശൂരായ കാരണം ഇന്നാളെ ആരോ ചോദിച്ചിരുന്നു കൊപ്പയ്ക്ക തോരെന്ന് വെച്ചപ്പോൾ എന്താന്ന്. അതുപോലെ തന്നെ കണ്ടിച്ചേമ്പിന് ഇനി വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ചേമ്പ് വിത്ത് എന്നാ പറയുക. കൊപ്പയ്ക്ക എന്ന് പറയണത് പപ്പായ ആണ് പറയുക. അപ്പം ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇതിന് കൊപ്പയ്ക്ക എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊപ്പയ്ക്ക തോരന്ന് എഴുതിയപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ സംശയം തോന്നിയിരുന്നു കേട്ടോ. അതുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ച ആൾക്ക് മറുപടി കൊടുത്തിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതിന് മുമ്പ് ഏതോ ഒരു കുക്കിങ്ങിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കൊപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ പപ്പായ എന്നാണ്. അപ്പം ഞാനത് ഇപ്പം ഇത് ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇതിനൊരു കൊഴുപ്പുണ്ട് ആ ചേമ്പ് വിത്തിൻ്റെ. അപ്പം അത് കുഴപ്പമില്ല. അപ്പം ഞാൻ ഓൾറെഡി അപ്പുറത്ത് കുക്കറിൽ നിങ്ങൾക്ക് കാണാമല്ലോ, അതേ കുക്കർ. ആ കുക്കറിൽ ഞാൻ പരിപ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് കുക്ക് ചെയ്യണത് ഞാൻ കാണിക്കാഞ്ഞത് അത്രയും ടൈം ലാഗ് ചെയ്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കി ഒന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ തക്കാളിയും മുരിങ്ങക്കോലും കൂടി ഒന്നിടുകയാണ് കേട്ടോ. അതും കൂടിയും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കുകയാണേ. എന്നിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു സാമ്പാറുമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി ഏകദേശമൊക്കെ ഒന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ഓൾറെഡി ഞാൻ പുളി സാമ്പാറിനുള്ളതുപോലെ തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാറിലുള്ള പോലെ പുളി വെള്ളത്തിലിട്ട് ഒരു ചെറുനാരങ്ങ വെളുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യമായ കടായി. കൈ തട്ടിപ്പോൾ ക്യാമറ ഇളകിയതാട്ടോ. ഇപ്പോൾ ഞാൻ സിമ്മിലാണ് വെച്ചേക്കണേ. അപ്പം ഞാൻ മുളകും മഞ്ഞൾപ്പൊടിയുള്ള ഈ സാമ്പാർ പൊടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഒരു 6-7 സ്പൂൺ ഇടണം. ഓക്കെ. അതിന് ശേഷം ഞാനൊന്നും കൂടി ഇത് വഴറ്റുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊന്ന് വഴറ്റുകയാണ്. കണ്ടില്ലേ, ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇടുകയാണ്. അപ്പോൾ എല്ലാം ഇത് ഈ വെജിറ്റബിൾസിൽ പിടിക്കും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി. അപ്പം നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ പരിപ്പ് കുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ കായ ഇട്ടിട്ടാട്ടോ കുക്ക് ചെയ്തത്.
അപ്പോൾ പിന്നെ ഞാനിതിൽ കായം ചേർക്കുന്നില്ല. കണ്ടില്ലേ, ഇതൊന്ന് ഫ്രൈ ആക്കിയ ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത്, ആ പച്ചമണമൊക്കെ മല്ലി മുളകിൻ്റെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഈ പുളി പിഴിഞ്ഞ ആ ലിക്വിഡില്ലേ അതൊന്ന് ഒഴിക്കുക കേട്ടോ ഇതിലേക്ക്. കണ്ടില്ലേ, അതും ഒഴിച്ച് ഞാൻ ഇപ്പോഴും എൻ്റെ കൈ തട്ടി ക്യാമറയിൽ ഇതാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് തട്ടി ഇതൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഞാനൊന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതൊന്ന് തിളച്ചോട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പരിപ്പ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം. 4 വിസിലിൽ പരിപ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കായം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യണത്, എപ്പോഴും ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്, മഞ്ഞൾപ്പൊടി ഇടല് പിന്നീടായിരിക്കും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടാ വെച്ചിരുന്ന കേട്ടോ, ചേമ്പ് വിത്തിൽ. അപ്പോൾ കണ്ടില്ലേ, നല്ല കുത്തിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. പരിപ്പിൽ കുറച്ച് ലൂസായിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ച് തന്നല്ലോ നേരത്തെ, ഞാൻ ഒരു പാനിൽ ഇതെല്ലാം കുക്ക് ചെയ്ത് വെച്ചത്. കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഇതെല്ലാം മസാലകളൊക്കെ ചേർത്ത് വെച്ചത്. അപ്പം അതൊന്ന് നമുക്ക് തിരിച്ചിതിലിട്ട് ഈ കുക്കറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, അതായത് ചേമ്പ് വിത്ത്, ചെറിയ ഉള്ളി, മുരിങ്ങ. അപ്പോൾ കുറച്ച് ചൂടുണ്ട്. കണ്ടില്ലേ, പുളിയെല്ലാം പിഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഇട്ടതാണ് കേട്ടോ, കാരണം ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് സാമ്പാറിൻ്റെ ആ ഒരു മസാലകളും എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ചേമ്പ് വിത്ത് സാമ്പാറിൻ്റെ. അപ്പോൾ കുറച്ചും കൂടിയും ഒന്ന് നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും, ഭയങ്കര തിക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വല്ലാണ്ട് തിക്കായിട്ടിരിക്കുന്നുണ്ട്, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പം ചേമ്പ് വിത്ത് കുക്കാവാൻ 1 വിസിൽ വേണം കേട്ടോ. അപ്പം നമുക്ക് അതൊന്ന് 1 വിസിലടിച്ച് കുക്കറ് ഈ ചേമ്പ് വിത്ത് നമുക്ക് 1 വിസിലടിക്കുമ്പോഴേക്കും ഇതെല്ലാം കുക്കാവും. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം അതവിടെ കുക്കാവണേൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് കുക്കറ് മറ്റേ ചേമ്പ് വിത്ത് കുക്കാവണേൻ്റെ ഇടയിൽ ഇവിടെ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കരിവേപ്പിലയും ഇട്ടു, ഉലുവ 1 സ്പൂണ്, കടുക്, പിന്നെ മുളക്, അതെല്ലാം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഈ കറി ഒന്ന്, അതായത് ചേമ്പ് വിത്ത് ഒന്ന് കുക്കാവുമ്പോഴേക്കും നമ്മുടെ എല്ലാം സാമ്പാറിൻ്റെ പരിപാടി കഴിയൂ കേട്ടോ. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് കൊഴുപ്പും ഒക്കെയുള്ള നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി കരിവേപ്പിലയും എല്ലാം കടുകൊക്കെ വറുത്ത് വെച്ചത് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പം അതോടെ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന് 1 വിസിലാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ വേവ്. കണ്ടില്ലേ, ഞാൻ ഇതുകൊണ്ട് കട്ട് ചെയ്തപ്പോൾ തന്നെ കട്ടായി. അപ്പോൾ കറക്റ്റാണ് അതിൻ്റെ കുക്കിംഗ് ടൈം, 1 വിസിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം നമുക്ക്. ചേമ്പ് വിത്ത് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നാടൻ രുചിയിലുള്ള ഒരു കറിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.